പുതുതലമുറയുടെ തലയിൽ തീ പിടിപ്പിച്ചവനാണ് റാപ്പർ വേടൻ. വേടൻ്റെ പാട്ടുകൾ കേട്ട് ആരാധനമൂത്ത് ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന നിരവധി പെൺകുട്ടികളുണ്ട്. എന്നാൽ അയാളുടെ കെണിയിൽ കുരുങ്ങുന്നവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. കലയെ സ്നേഹിക്കുന്നവരെയും വേടനെ പ്രണയിക്കുന്നവരെയും അയാൾ ലൈംഗികമായി ചൂഷണം ചെയ്യും. പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് കൈയൊഴിയും. കോട്ടയത്തെ യുവ ഡോക്ടറിന് പിന്നാലെ ദുരനുഭവം പങ്കുവെച്ച് രംഗത്തെത്തിയത് 2 യുവതികളാണ്. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരാനിരിക്കെ ഉയർന്നു വന്ന പീഡന പരാതികൾ വേടന് കുരുക്കാകുമോ? ഇതോടൊപ്പം പാലക്കാട് പ്രണയം നിരസിച്ചതിന് പെൺകുട്ടിയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞ യുവാവിൻ്റെ പ്രതികാരവും, കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ റമീസിൻ്റെ മാതാപിതാക്കളുടെയും സുഹൃത്തിൻ്റെയും അറസ്റ്റും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. (2020-21) കാലഘട്ടം. അന്ന് റാപ്പർ വേടൻ എന്ന പേര് മലയാളിക്ക് അത്ര സുപരിചിതമല്ല. എന്നാൽ വേടൻ്റെ പാട്ടുകൾ പുത്തൻ തലമുറയുടെ ശിരസിൽ തീ പിടിപ്പിച്ചു തുടങ്ങിയ സമയമാണ്. അന്നു മുതൽ തന്നെ നിരവധി ആരാധകർ അയാൾ പങ്കെടുക്കുന്ന വേദി തേടിയെത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പാട്ടുകൾ കേട്ട് പെൺകുട്ടികൾ ഫോണിൽ ബന്ധപ്പെടുകയും മെസ്സേജുകൾ അയക്കുകയും ചെയ്യും. അങ്ങനെ നിരവധി പേരാണ് അയാളുടെ പ്രണയക്കെണിയിൽ വീണത്. വർഷങ്ങൾക്ക് ശേഷം 2 യുവതിക്ക് കൂടി വേടനെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താൻ ഫോണിൽ ബന്ധപ്പെട്ട യുവതിയെ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ക്രൂരമായി ഉപദ്രവിച്ചുവെന്നുമാണ് പരാതി. വേടൻ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ മറ്റൊരാൾ സംഗീത രംഗത്ത് തന്നെയുള്ള യുവതിയാണ്. യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരാനിരിക്കെ ഉയർന്ന പുതിയ പരാതികൾ വേടന് കുരുക്കായേക്കും. ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താൻ ഫോണിൽ ബന്ധപ്പെട്ട യുവതിയെ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും എതിർക്കാൻ ശ്രമിച്ചപ്പോൾ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. രണ്ടാമത്തെ പരാതിയുമായി രംഗത്തെത്തിയത് സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന യുവതിയാണ്. തന്റെ സംഗീത പരിപാടികളിൽ ആകൃഷ്ടനായി വേടൻ ബന്ധം സ്ഥാപിക്കുകയും ക്രൂരമായി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. 2020-21 കാലഘട്ടത്തിലാണ് പരാതികൾക്കാസ്പദമായ സംഭവങ്ങൾ നടക്കുന്നതെന്ന് പരാതികളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇരുവരും നേരത്തെ വേടനെതിരെ മീറ്റു വെളിപ്പെടുത്തലും നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി ബോധിപ്പിക്കാൻ ഇരുവരും സമയം തേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ ഉടൻ DGPക്ക് കൈമാറുമെന്നാണ് വിവരം. ബലാത്സംഗ പരാതിയുമായി ഡോക്ടറായ യുവതി രംഗത്തെത്തിയതിനു പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തൃക്കാക്കര പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ വേടൻ നിരവധി സംഗീത ഷോകൾ റദ്ദാക്കി ഒളിവിൽ പോവുകയായിരുന്നു. ഇതിനു പിന്നാലെ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അടുത്ത ദിവസത്തേക്ക് ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്ത് ഇര കോടതിയിലെത്തിയിരുന്നു. കേസിൽ കക്ഷി ചേരാനുള്ള ഇരയുടെ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചു. ന്യൂസ് 18 കൊച്ചി. കോതമംഗലത്ത് സ്വന്തം മകളെ നഷ്ടപ്പെട്ട അമ്മ ഇപ്പോഴും കണ്ണീരോടെയാണ് ആ വീട്ടിൽ ജീവിക്കുന്നത്. മകളെ കുരുതി കൊടുത്തവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണം. 23-കാരി ആത്മഹത്യ ചെയ്ത കേസിൽ മുഖ്യപ്രതി റമീസിൻ്റെ മാതാപിതാക്കളും സുഹൃത്തും അറസ്റ്റിലായതോടെ ഇനി സത്യം പുറത്തു വരുമോ? യുവതിയെ നിർബന്ധിതമായി മതം മാറ്റാൻ ശ്രമിച്ചെന്ന പരാതിയിലും അന്വേഷണം ആവശ്യമാണ്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിലെ 2ഉം 3ഉം പ്രതികളായ റമീസിൻ്റെ മാതാപിതാക്കളെ തമിഴ്നാട്ടിലെ സേലത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. സുഹൃത്ത് സഹദിൻ്റെ പേരും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചതോടെയാണ് അയാൾക്കും പിടിവീണത്. റമീസിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഒളിവിൽ പോയവർക്കായി അന്വേഷണ സംഘം തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇന്ന് രാവിലെ തമിഴ്നാട്ടിലെ സേലത്ത് നിന്നുമാണ് റമീസിന്റെ മാതാപിതാക്കളെ പിടികൂടിയത്.
കേസിൽ പിതാവ് റഹീം 2ാം പ്രതിയും മാതാവ് ഷെരീഫ 3ാം പ്രതിയുമാണ്. റമീസിന്റെ സുഹൃത്ത് സഹദിനെയും പാനായിക്കുളത്തെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇവരുടെ പേരുമുണ്ടായിരുന്നു. പ്രതികളെ ഒളിവിൽ കഴിയാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പറഞ്ഞു. 1ാം പ്രതി റമീസിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ റമീസിനും മാതാപിതാക്കൾക്കുമെതിരെയുണ്ട്. അതിനാൽ ഇവരുടെ ചോദ്യം ചെയ്യലും അനിവാര്യമാണ്. കസ്റ്റഡിയിൽ കിട്ടുന്ന മുറയ്ക്ക് വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. മരിച്ച വിദ്യാർത്ഥിനിയുടെ കൂട്ടുകാരിയുടെ മൊഴിയുടെയും റമീസിന്റെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ച വാട്സപ്പ് സന്ദേശങ്ങളുടെയും മറ്റു വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുക്കാത്തത് BJP അടക്കം രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. മതപരിവർത്തന പരാതിയും ഇതിൽ പാനായിക്കുളം ബന്ധവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട സിറോ മലബാർ സഭയും BJPയും ശക്തമായി രംഗത്തു വന്നിരുന്നു. മതം മാറ്റത്തിന് വിസമ്മതിച്ചതോടെ ആൺസുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. റമീസ് തന്റെ ഫോൺ പോലും എടുക്കാത്തത് പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കിയെന്നും കണ്ടെത്തി. വിവാഹം ചെയ്ത റമീസിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനായിരുന്നു പെൺകുട്ടിയുടെ തീരുമാനം. എന്നാൽ ഇതിനിടെ ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഇരുവരുടെയും ഗൂഗിൾ അക്കൗണ്ടുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നു. റമീസ് ഇടപ്പള്ളി സെക്സ് വർക്കേഴ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തതും വിവരങ്ങൾ അന്വേഷിച്ചതും ഇടപ്പള്ളിയിൽ പോയതിന്റെ ഗൂഗിൾ മാപ്പും പെൺകുട്ടിക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇതോടെയാണ് തർക്കം രൂക്ഷമായത്. ന്യൂസ് 18 കൊച്ചി. പ്രണയപ്രതികാരത്തെ തുടർന്ന് ആസിഡ് ആക്രമണവും കൊലപാതകവും ഒക്കെ നടക്കുന്ന നാടാണിത്. എന്നാൽ പ്രണയം നിരസിച്ചതിന് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് നാടൻ ബോംബെറിഞ്ഞ് പകവിട്ടിയ യുവാവിനെ കുറിച്ചും കേട്ടു. ഇവിടെ പാലക്കാട് പുത്തന്നൂരിലാണ് പുലർച്ചെ വീടിന് നേരെ ബോംബേറുണ്ടായത്. സമീപവാസിയായ അഖിൽ എന്ന യുവാവ് 17-കാരിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. ഇത് നിരസിച്ചതിൻ്റെ പ്രതികാരത്തിലായിരുന്നു ആക്രമണം. പെട്രോൾ ബോംബ് കത്തിപ്പടരാതിരുന്നതിനാൽ വലിയ അപായം ഒഴിവായി. കേസിൽ പുത്തന്നൂർ സ്വദേശികളായ അഖിൽ, സുഹൃത്ത് രാഹുൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂട്യൂബ് നോക്കിയാണ് ബോംബ് നിർമ്മിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. കഞ്ചാവ് ലഹരിയിലാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പുലർച്ചെ വലിയ സ്ഫോടന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഞെട്ടിയുണർന്നത്. സമയം രാവിലെ 1:30യോടെയായിരുന്നു സംഭവം. വീട്ടിലുള്ളവർ ഭയന്ന് നിലവിളിച്ചതോടെ അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീട്ടിലെ ഒരു ജനൽ തകർന്നതായി കണ്ടെത്തി. താഴെ നിന്ന് പെട്രോൾ നിറച്ച കുപ്പിയും ഗുണ്ടും കണ്ടെത്തി. വീട്ടുകാർ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ആക്രമണ കാരണം വ്യക്തമായത്. 17 വയസ്സുള്ള പെൺകുട്ടിയോട് കുന്നത്തൂർ സ്വദേശി അഖിൽ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. എന്നാൽ പെൺകുട്ടി അഖിലിന്റെ ആഗ്രഹത്തിന് സമ്മതം മൂളിയില്ല. തനിക്ക് താല്പര്യമില്ല എന്ന വിവരം അഖിലിനെ അറിയിക്കുകയും ചെയ്തു. അത് അയാളെ പ്രകോപിതനാക്കിയെന്ന് പോലീസ് പറയുന്നു. തുടർന്നാണ് അഖിൽ സുഹൃത്ത് രാഹുലുമായി ചേർന്ന് പദ്ധതി ആസൂത്രണം ചെയ്തത്. യൂട്യൂബ് നോക്കിയാണ് പെട്രോൾ ബോംബ് ഉണ്ടാക്കാൻ പ്രതികൾ പഠിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ആക്രമണത്തിനെത്തിയപ്പോൾ പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തി. യൂട്യൂബ് നോക്കി പഠിച്ചതിനാൽ പ്രതികൾക്ക് ബോംബെറിയാൻ വേണ്ടത്ര പ്രായോഗിക പരിചയമില്ലായിരുന്നു എന്നാണ് കരുതുന്നത്. ഏതായാലും പെട്രോൾ ബോംബ് കത്തിപ്പടരാതിരുന്നതിനാൽ വലിയ അപായം ഒഴിവായി. പ്രതികളെ കുഴൽബന്ധം പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് 18 പാലക്കാട്. ആലപ്പുഴ ചേർത്തലയിലെ ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസ് പോലീസ് ഉന്നതർ പണം വാങ്ങി അട്ടിമറിച്ചതാണോ? മുൻ ആലപ്പുഴ SP ഉൾപ്പെടെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് പുതിയ ആരോപണം. കേസിന്റെ തുടക്കത്തിൽ ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി
ആലപ്പുഴ SP ആയിരുന്ന S. സുരേന്ദ്രൻ മുതൽ കുത്തിയതോട് CI ഷാജിമോൻ വരെയുള്ളവർ പണം വാങ്ങി അട്ടിമറിച്ചെന്ന് ബിന്ദുവിൻ്റെ സഹോദരൻ പ്രവീൺ ന്യൂസ് 18നോട് പറഞ്ഞു. സഹോദരിയുടെ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ടതിൻ്റെ മുഴുവൻ തെളിവും പോലീസിന് കൈമാറിയിട്ടും FIR രജിസ്റ്റർ ചെയ്തത് 70 ദിവസങ്ങൾക്ക് ശേഷമെന്നും ആരോപണമുണ്ട്. സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുമാണ് പ്രവീണിൻ്റെ നീക്കം. ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് ആദ്യം അന്വേഷിച്ച മുൻ ജില്ലാ പോലീസ് മേധാവി S. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണമാണ് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ ഉന്നയിച്ചിരിക്കുന്നത്. വെറുമൊരു മിസ്സിംഗ് കേസിനേക്കാൾ ഇടപ്പള്ളിയിൽ ഉൾപ്പെടെ സഹോദരിയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ വ്യാജരേഖകൾ ഉണ്ടാക്കി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്തതിന്റെ രേഖകൾ സഹിതമായിരുന്നു പരാതി. ബിന്ദുവിന് പകരം J എന്ന സ്ത്രീയെ രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാക്കിയതിന്റെ വിശദാംശങ്ങളും പോലീസിനു കൈമാറി. ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി ഫയൽ നമ്പർ ഇട്ട് ആലപ്പുഴയിൽ എത്തിയിട്ടും പട്ടണക്കാട് പോലീസിന് കേസിൽ FIR ഇടാൻ 70 ദിവസം വേണ്ടി വന്നു. എടപ്പള്ളിയിലെ സ്ഥലം മറിച്ചു വിറ്റ ആധാരത്തിന്റെ കോപ്പി, ആധാരത്തിന്റെ ആധാര നമ്പർ, ഈ ആരാണ് പകരക്കാരിയായിട്ട് വന്ന സ്ത്രീ ജയ താമസിക്കുന്നത് കടക്കരപ്പള്ളി കുറുപ്പങ്ങര ജംഗ്ഷന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. ആളെവിടെയുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ 7 പേജുള്ള ഒരു പെറ്റീഷൻ, ഒരു ലേഡി മിസ്സിംഗ് കേസാണ്. ഞാൻ നേരിട്ട് ബൈഹാന്റെ SHOയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് 70 ദിവസം കഴിഞ്ഞാണ് FIR ഉള്ളി FIR. ഒരു മാൻ മിസ്സിംഗ് കേസിന്റെ, ലേഡി മിസ്സിംഗ് കേസിന്റെ FIRന് 70 ദിവസം കഴിഞ്ഞു. 16 തവണയിലേറെ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്ത ചേർത്തല DYSP AG ലാലിന് അയാളിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ല എന്നതും സംശയകരമാണ്. സുപ്രധാന കേസിൽ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ 6.5 മാസമാണ് പോലീസിന് വേണ്ടിവന്നത്. പണം വാങ്ങി കേസ് അട്ടിമറിച്ചത് കൂടാതെ എങ്ങനെ കേസിൽ നിന്ന് രക്ഷപ്പെടണം എന്നതിന്റെ കോച്ചിംഗ് ക്ലാസും അന്നത്തെ അന്വേഷണ സംഘം നൽകി. അതിന്റെ തിക്തഫലമാണ് ഇപ്പോഴത്തെ അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളിയും. 6.5 മാസം കഴിഞ്ഞാണ് സബാസിനെ ഈ ഫോർജറി കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ അഴിമതി പൈസ വാങ്ങി എന്ന് മാത്രമല്ല, ട്യൂഷനും എന്തൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി വ്യക്തമായ അന്വേഷണം വേണം. മുൻ ആലപ്പുഴ SP S. സുരേന്ദ്രൻ, മുൻ ചേർത്തല DYSP AG ലാൽ, മുൻ കുത്തിയതോട് SHO ഷാജിമോൻ എന്നിവർക്കെതിരെയാണ് ഗുരുതര ആരോപണം. നിലവിലെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. സർക്കാർ കേസ് അട്ടിമറിക്കപ്പെട്ടതിൽ വകുപ്പ് തല അന്വേഷണം നടത്തണം. അല്ലാത്ത പക്ഷം കോടതിയെ സമീപിക്കും. 16 പ്രാവശ്യം സബാസിനെ ചോദ്യം ചെയ്തു, കിട്ടില്ല. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് എന്താ കുഴപ്പം? അവരൊക്കെ വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരാണല്ലോ. അവരൊന്നും വിചാരിച്ചിട്ട് എന്താ ഒന്നും മിണ്ടുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യം? അന്നത്തെ കോച്ചിങ് ട്യൂഷൻ കൊടുത്ത് ഡീസന്റ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ് ഇപ്പം. അന്ന് അതൊരു ചെറിയ കാര്യമാണോ? കേസ് പണം വാങ്ങി അട്ടിമറിച്ചുവെന്ന് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ നേരത്തെ ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെക്കുകയാണ് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീണും. ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി കേസ് അട്ടിമറിക്കുക മാത്രമല്ല ആലപ്പുഴയിലെ അന്വേഷണ സംഘം ചെയ്തിട്ടുള്ളത്. മറിച്ച് ബിന്ദു മുതൽ ജയനമ്മ വരെയുള്ള സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ എന്ന ക്രിമിനലിന് തഴച്ചു വളരാനുള്ള വെള്ളവും വളവും ഒരുക്കി നൽകുക എന്ന ഗുരുതര കുറ്റം കൂടി ചേർത്തലയിലെ അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ജ്യൂസിൽ വിഷം കലർത്തി കാമുകനെ കൊലപ്പെടുത്തിയ പാറശാലയിലെ ഗ്രീഷ്മയും കോതമംഗലത്തെ അധീനയും മലയാളികൾക്ക് പേടി സ്വപ്നമാണ്. പ്രിയപ്പെട്ടവർ പോലും നൽകുന്ന ഭക്ഷണവും വെള്ളവും വിശ്വസിച്ച് കുടിക്കാൻ പാടില്ലെന്ന സന്ദേശമായിരുന്നു ഈ സംഭവങ്ങൾ.
മലപ്പുറം വണ്ടൂരിൽ മുൻ വൈരാഗ്യത്തെ തുടർന്ന് മധ്യവയസ്കനെ കട്ടൻ ചായയിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമമുണ്ടായി. കാരാട് സ്വദേശി സുന്ദരൻ ജോലിസ്ഥലത്ത് ഫ്ലാസ്കിൽ വെച്ചിരുന്ന കട്ടൻ ചായയിലാണ് വിഷം കലർത്തിയത്. എന്നാൽ അരുചി കാരണം സുന്ദരൻ ചായ കുടിച്ചില്ല. പിന്നീട് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ടൂർ സ്വദേശി അജയ്യാണ് പിടിയിലായത്. ഈ മാസം 10-നും 14-നുമാണ് കേസിനാസ്പദമായ സംഭവം. പരാതിക്കാരനായ കാരാട് വടക്കമ്പാടം കുറുമ്പൊയിൽ ചെണ്ടൻ വീട്ടിൽ സുന്ദരന്റെ കാരാട് കുറുമ്പൊയിലുള്ള ജോലിസ്ഥലത്ത് വെച്ച് ബൈക്കിൽ സൂക്ഷിച്ചിരുന്ന ഫ്ലാസ്കിൽ കട്ടൻ ചായയിൽ വിഷം കലർത്തിയതാണ് കേസ്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ സുന്ദരൻ ബൈക്കിലെ ഫ്ലാസ്കിൽ കട്ടൻ ചായ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ഇതിൽ 2 ദിവസങ്ങളിലായാണ് വിഷം കലർത്തിയത്. പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അജയ് പിടിയിലായത്. പരാതിക്കാരനോടുള്ള മുൻവൈരാഗ്യമാണ് കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രതി കുറ്റം സമ്മതിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. വർഷങ്ങൾക്ക് മുൻപുണ്ടായ ചെറിയ തർക്കങ്ങളും വഴക്കും മനസ്സിലിട്ട് നടന്ന് പ്രതികാരം ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഏത് സമയവും പൊട്ടിത്തെറിക്കും, തക്കം കിട്ടിയാൽ ആക്രമിക്കും. പാലക്കാട് പട്ടാമ്പിയിൽ വീട് കയറി യുവാവിനെയും 9 വയസ്സുകാരനായ മകനെയും മർദ്ദിച്ചത് മുൻ വൈരാഗ്യത്തെ തുടർന്നാണ്. കൊപ്പം സ്വദേശി ഷാഹിദിനും മകനുമാണ് മർദ്ദനമേറ്റത്. വീട്ടിലെ സ്ത്രീകൾക്ക് നേരെയും കയ്യേറ്റമുണ്ടായതായി പരാതിയുണ്ട്. സംഭവത്തിൽ 4 പേരെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവമുണ്ടായത്. പട്ടാമ്പി കൽപ്പക സ്വദേശി കൊപ്പത്ത് പാറമ്മൽ വീട്ടിൽ ഷാഹിദിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പടിഞ്ഞാറങ്ങാടി സ്വദേശികളായ ഷാജഹാൻ, നിഷാദ് എന്നിവർ മർദ്ദിച്ചു എന്നാണ് പരാതി. രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി ഷാഹിദിനെ വലിയ ചുറ്റിക കൊണ്ട് അടിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. ഒരു 11 മണി ടൈമിലാണ് വീടിന്റെ മരത്ത് ഒരു കാറ് ജീപ്പില് ഒരു 4 ആൾക്കാർ വന്നിട്ട് വന്നിരുന്നു. അപ്പോ ഞാന് ഞങ്ങളെ മുറ്റത്ത് തന്നെ ഇങ്ങനെ ശബ്ദം കേൾക്കണ കാരണം പുറത്തേക്ക് ഇറങ്ങിയതാണ്. വലിയൊരു പാറ ഇതൊക്കെ ആക്കുന്ന ഒരു ആമർ വന്നിട്ട് അയാൾ എന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് വീശി. അപ്പോൾ ആദ്യത്തെ വീശിൽ ഞാൻ മാറി. രണ്ടാമത്തേതിൽ എന്റെ തലക്ക് ഒന്ന് ഇതടിച്ചു. തലയുടെ ഇവിടെ അടിച്ചതിൽ പിന്നെ കൂടുതൽ ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ കഴുത്തിന് അവിടെ എന്തൊരു ഓസുമാരി സാധനം എന്റെ കഴുത്തിന് ഇവര് 4 ആൾക്കാരുണ്ടായിരുന്നു. 4 ആൾക്കാരിൽ ഒരാൾ കഴുത്തിന് പിടിച്ചിട്ട് ആക്രമണത്തിൽ ഷാഹിദിന്റെ തലയ്ക്കും പുറത്തും ഗുരുതരമായ പരിക്കേറ്റു. തലയിൽ 5 സ്റ്റിച്ചുണ്ട്. അതേസമയം വീട്ടിലുണ്ടായിരുന്ന ഷാഹിദിന്റെ 9 വയസ്സുകാരനായ മകനു നേരെയും ആക്രമണം ഉണ്ടായി. കഴുത്തിന് കുത്തിപ്പിടിക്കുകയും തള്ളുകയും ചെയ്തുവെന്ന് കുട്ടി പറഞ്ഞു. ഇത് കേട്ടിട്ട് എന്റെ മകനും വൈഫ് ഇറങ്ങി മകനെ മർദ്ദിക്കാൻ നോക്കി. മകന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഞെരിക്കലും. ഭാര്യനെ ഈ ആമർ എടുത്തിട്ട് നിഷാദ് പറഞ്ഞ ആള് ഭാര്യയുടെ പിന്നാലെ ഓടിയിട്ട് അവളെ തലക്കടിക്കാനൊക്കെ നോക്കി ഇയാള്. വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. സാരമായി പരിക്കേറ്റ ഷാഹിദും മകനും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതിയിൽ കേസെടുത്ത പോലീസ് ഷാജഹാനെയും നിഷാദിനെയും അറസ്റ്റ് ചെയ്തു. 3 വർഷം മുമ്പ് പ്രതികൾ മറ്റൊരാളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഷാഹിദ് തടഞ്ഞതിന്റെ വൈരാഗ്യമാണ് ഇപ്പോഴത്തെ മർദ്ദനത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് 18 പട്ടാമ്പി. ഓൺലൈൻ ഗെയിമിന് അടിമകളായ കുട്ടികളുടെയും യുവാക്കളുടെയും ജീവിതം മരണമുനമ്പിലാണ്. ഗെയിമുകൾക്ക് അടിമപ്പെട്ടാൽ പിന്നീട് അവരെ നിയന്ത്രിക്കുന്നത് സ്വന്തം തലച്ചോറാകില്ല. പല രീതിയിലുള്ള ടാസ്കുകളും പണം നഷ്ടവും മാനഹാനിയും പിന്നീട് ആത്മഹത്യയിലേക്ക് പോലും നയിക്കാം. കൊല്ലം പത്തനാപുരത്ത്
സ്കൂൾ ജീവനക്കാരനായ യുവാവ് ജീവനൊടുക്കിയ കേസിൽ പുറത്തു വരുന്നത് ഓൺലൈൻ ഗെയിമിൻ്റെ കെണിയാണ്. പത്തനാപുരം മൗണ്ട് താബോർ സ്കൂളിലെ ജീവനക്കാരനായ മലപ്പുറം സ്വദേശി ടോണി കെ തോമസാണ് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചത്. ഗെയിം കളിച്ചുണ്ടായ സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യ കാരണമെന്നാണ് നിഗമനം. സ്കൂൾ ജീവനക്കാരനായ ടോണിയാണ് പതിവായി രാവിലെ സ്കൂൾ തുറന്നിരുന്നത്. സ്കൂൾ തുറക്കേണ്ട സമയം കഴിഞ്ഞിട്ടും സ്കൂളിന്റെ പ്രധാന കവാടം അടച്ചിട്ടിരിക്കുന്നത് കണ്ടാണ് മറ്റു ജീവനക്കാർ ടോണിയെ ഫോണിൽ ബന്ധപ്പെട്ടത്. പക്ഷേ ഫോൺ റിംഗ് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ തുടർന്ന് സഹപ്രവർത്തകർ ടോണി താമസിക്കുന്ന ടൗണിലെ ഫ്ളാറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതാണ് കണ്ടത്. പിന്നീട് ഫ്ളാറ്റ് ഉടമയോട് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ചോദിച്ചു വാങ്ങി മുറി തുറന്നപ്പോഴാണ് ടോണി മുറിയിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. 2 വർഷമായി ടോണി ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നെന്ന് ബന്ധുക്കൾ പറഞ്ഞു. എനിക്ക് അപ്പം മരിച്ചതിന് വർഷമായപ്പോഴത്തേക്ക് ഏതൊരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞത് പൈസ ജോലിയിലേക്ക് സമയമായിട്ട് പൈസ ഇല്ലാത്ത പുള്ളി ആരോ കൂട്ടുകാരുണ്ട്, മൊബൈലിൽ ഗെയിമുണ്ട്, പൈസ കളിച്ച കിട്ടുമെന്ന് പറഞ്ഞപ്പം ഇപ്പം ഞങ്ങൾ എത്ര എഴുതിക്കുന്നുണ്ട്. ആദ്യം ഗെയിം കളിച്ചപ്പോൾ 4500 രൂപ കിട്ടിയിട്ട് പിന്നെ പുള്ളിയെ ഗെയിമിന് അഡിക്റ്റായി. പിന്നെ വീട്ടുകാരിൽ നിന്നെല്ലാം പൈസ ഒക്കെ മേടിച്ചു, കൂട്ടുകാരിൽ നിന്ന് എല്ലാവരെയും പൈസ ഒക്കെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ സ്കൂൾ ജോലിക്ക് ഒരു സമയത്ത് ഇവിടെയുള്ള ടീച്ചർമാരോടൊക്കെ പൈസ ചോദിച്ചു. എല്ലാവരും വീട്ടുകാരറിഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് അവൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഞങ്ങളിവിടെ വന്നു. പുള്ളി അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കൗൺസിലിംഗ് കൊടുത്തപ്പോൾ എല്ലാം 3 മാസത്തോളം പുള്ളി ലീവിലായിരുന്നു. അത് കഴിഞ്ഞൊരു ഒരാഴ്ച പുള്ളി വീണ്ടും കയറിയിട്ട് 6 മാസം മുൻപ് വീട്ടുകാരും ബന്ധുക്കളും ഇടപെട്ട് ടോണിക്ക് കൗൺസിലിംഗ് നൽകിയിരുന്നു. ഓൺലൈൻ കളിക്കാതിരിക്കാൻ ആൻഡ്രോയിഡ് ഫോൺ വീട്ടുകാർ വാങ്ങിവെച്ചിരുന്നു. സ്മാർട്ട് ഫോണിന് പകരം സാധാരണ ചെറിയ ഫോണാണ് ടോണി പിന്നീട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പത്തനാപുരത്തെത്തിയ ശേഷം സുഹൃത്തുക്കളിൽ നിന്ന് പണം കടം വാങ്ങി ടോണി പുതിയ ഫോൺ വാങ്ങി വീണ്ടും ഗെയിം കളിക്കാൻ തുടങ്ങി. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയായിരുന്നു കളി. ഗെയിമിംഗ് വഴി ടോണിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഇതേ തുടർന്നുള്ള സമ്മർദ്ദം താങ്ങാനാകാതെയാകാം ടോണി ജീവനൊടുക്കിയത് എന്നാണ് ബന്ധുക്കളുടെ നിഗമനം. സംഭവത്തിൽ പത്തനാപുരം പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പത്തനാപുരം. കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകന്റെ മർദ്ദനത്തെ തുടർന്ന് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്നെന്ന പരാതി അതീവ ഗൗരവമുള്ളതാണ്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. അന്വേഷണത്തിന്റെ ഭാഗമായി ബാലാവകാശ കമ്മീഷൻ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി മൊഴിയെടുക്കും. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഉത്തരവിട്ടു. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സ്കൂൾ അസംബ്ലിക്കിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥി കാൽ കൊണ്ട് ചരൽ കൂട്ടിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കർണപടം തകർന്നു. സംഭവം വിശദമായി അന്വേഷിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു. കുട്ടിയുടെ കർണപുടം തകർന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പൊതുവിൽ എനിക്ക് പറയാനുള്ള അധ്യാപകരോടും രക്ഷകർത്താക്കളോടും പറയാനുള്ളത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും. അധ്യാപകരെ അങ്ങനെ ശത്രുക്കളായി നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത്തരം എല്ലാ പ്രശ്നങ്ങളും ഒരു വലിയ വിവാദ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് അത്ര ഗുണമല്ല. എന്നാൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതായിരിക്കും. ശിക്ഷ അറിയിക്കുന്ന കുറ്റം ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ ഒരു നിയമം നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല. ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ബേക്കൽ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകി. കമ്മീഷൻ നാളെ വിദ്യാർത്ഥിയെ സന്ദർശിക്കും. സംഭവം വിവാദമായതോടെ പ്രതിഷേധം ശക്തമായി. പ്രധാന അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും BJPയും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മർദ്ദനത്തെ തുടർന്ന് കർണപടം പൊട്ടിയതായും
കേൾവിക്ക് തകരാർ സംഭവിച്ചതായും ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചെന്നും കുടുംബം പറയുന്നു. ഇതിനിടെ സംഭവം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമുണ്ടായതായും ആരോപണമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. വയസ്സ് 44, 2 പോക്സോ കേസുകളിലായി 73 വർഷം തടവ് ശിക്ഷ. അതായത് കരിപ്പൂർ സ്വദേശി ഷമീർ അലി മൻസൂർ ഇനി വെളിച്ചം കാണുക 117ാമത്തെ വയസ്സിലാകും. ഒരു പീഡനക്കേസിൽ ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് ഷമീർ അലിക്ക് മറ്റൊരു പോക്സോ കേസിൽ 55 വർഷം കഠിന തടവ് ശിക്ഷ ലഭിച്ചത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ വെച്ച് 17-കാരിയെ പീഡിപ്പിച്ച കേസിലാണ് മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ ശിക്ഷാവിധി. സംഭവം നടന്ന് 1 വർഷം തികയെ മുൻപെയാണ് കേസിൽ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. പതിനേഴുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 55 വർഷം കഠിന തടവും 4,30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി. കരിപ്പൂർ കുമ്മിണിപ്പറമ്പ് അൽത്താഫ് മൻസിലിൽ ഷമീർ അലി മൻസൂറിനെയാണ് മഞ്ചേരി 2ാം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി AM അഷ്റഫ് ശിക്ഷിച്ചത്. പ്രതി സമാനമായ മറ്റൊരു കേസിൽ 18 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് നിലവിൽ തവനൂർ സെൻട്രൽ ജയിലിലാണ്. പിഴ അടച്ചില്ലെങ്കിൽ 8 മാസവും 10 ദിവസവും അധിക തടവ് അനുഭവിക്കണം. പിഴ അടച്ചാൽ തുക അതിജീവിതയ്ക്ക് നൽകണം. കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം കൂടുതൽ നഷ്ടപരിഹാരം നൽകാൻ കോടതി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു. 2024 സെപ്റ്റംബർ 12-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രതി കൊണ്ടോട്ടിയിൽ കുട്ടിയെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി ലോഡ്ജ് മുറിയിലെത്തിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ന്യൂസ് 18 മലപ്പുറം. കള്ളു കുടിച്ചാൽ പിന്നെ പേക്കൂത്ത് കാണിക്കുന്നവരുണ്ട്. ഒടുവിൽ മദ്യശാലകളിൽ പോലും അവർ അതിക്രമം നടത്തും. കൊല്ലം കൊട്ടാരക്കരയിലെ ബെവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാനെത്തിയ യുവാവ് ബിയർ കുപ്പി കൊണ്ട് ജീവനക്കാരൻ്റെ തലയടിച്ച് പൊട്ടിച്ചത് യാതൊരു പ്രകോപനവുമില്ലാതെയാണ്. LD ക്ലർക്ക് ബേസിൽ പാപ്പച്ചനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു. കണ്ടാലറിയാവുന്ന 2 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മദ്യം വാങ്ങാനെത്തിയ 2 പേരാണ് ബെവറേജസ് ഔട്ട്ലെറ്റിൽ അക്രമം നടത്തിയത്. മദ്യം വാങ്ങി പണമടച്ച ശേഷം പ്രതികൾ പോകാനായി തുടങ്ങിയപ്പോൾ മറ്റൊരു കസ്റ്റമർ ഹെൽമെറ്റ് ധരിച്ച് മദ്യം വാങ്ങാനെത്തിയത് ചോദ്യം ചെയ്തതായിരുന്നു സംഭവത്തിന് തുടക്കം. സ്ഥാപനത്തിനുള്ളിൽ ഹെൽമെറ്റ് ധരിച്ചതും അസഭ്യം വിളിച്ചതും വനിതാ ജീവനക്കാർ ചോദ്യം ചെയ്തിരുന്നു. ജീവനക്കാരുടെ ഒത്താശയോടെയാണ് ഹെൽമെറ്റ് ധരിച്ച് ആളുകൾ എത്തുന്നത് എന്നാരോപിച്ച് പ്രതികളിൽ ഒരാൾ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി. മൊബൈൽ ഫ്ലാഷ് കണ്ണിലടിക്കുന്നതുകൊണ്ട് ബില്ലടിക്കാൻ കഴിയുന്നില്ല എന്ന് ജീവനക്കാരനായ ബേസിൽ പറഞ്ഞെങ്കിലും അത് വകവയ്ക്കാതെ പ്രതികൾ ദൃശ്യം പകർത്തുന്നത് തുടർന്നു. അതോടെ ബേസിൽ മൊബൈൽ ഫോൺ തട്ടിമാറ്റി. ഇതിൽ പ്രകോപിതനായ പ്രതികളിൽ ഒരാൾ കയ്യിലിരുന്ന ബീർക്കുപ്പി കൊണ്ട് ബേസിലിനെ അടിക്കുകയായിരുന്നു. ജീവനക്കാർ ചേർന്ന് തടഞ്ഞുവെച്ചെങ്കിലും പ്രതി ഗ്ലാസ് ഡോർ തകർത്ത് രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങളിൽ പ്രതികൾ രക്ഷപ്പെടുന്നത് വ്യക്തമാണ്. ഇന്നലെ 8:45 കൂടിയാണ് സമയത്തോടുകൂടിയാണ് ഇവിടെ സംഭവം നടന്നത്. 2 പേർ ബിയർ വാങ്ങിക്കാനായിട്ട് വരികയും അവർ ബിയർ എടുത്ത് കൗണ്ടറിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. അപ്പോഴാണ് ഹെൽമെറ്റ് ഇട്ട ഒരാൾ ബിയർ വാങ്ങിക്കാനായിട്ട് ഷോപ്പിലേക്ക് കടന്നു വരുന്നത്. ഈ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഷോപ്പിൽ വരുന്നത് സാധനങ്ങൾ ഹെൽമെറ്റ് കൊണ്ട് ഷോപ്പിലേക്ക് വരാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടായോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കസ്റ്റമറിനോട് ബഹളം ഉണ്ടാക്കി.
തുടർന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ലേഡി സ്റ്റാഫിനെ അസഭ്യം പറയുകയും ചെയ്തു. ഞാൻ ആ സമയത്ത് ലേഡി സ്റ്റാഫ് ഉണ്ട്, അസഭ്യം പറയരുതെന്ന് പറയുകയും ഒരു മൊബൈൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്താണ് പുള്ളി ബിയർ ഒപ്പിയെടുത്ത് തലക്കടിക്കുന്നത്. സർക്കാർ സ്ഥാപനത്തിൽ അതിക്രമം നടത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും കേസെടുത്തു. 13,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി എഫ്ഐആറിൽ പറയുന്നു. പരിക്കേറ്റ ബേസിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് 18 കൊട്ടാരക്കര. പൊതുഗതാഗത വാഹനങ്ങളിലെ ജീവനക്കാർക്ക് സാധാരണ ഡ്രൈവർമാരെക്കാൾ ശ്രദ്ധയും കരുതലും വേണ്ടതാണ്. പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നവർ മനുഷ്യജീവൻ അവരുടെ കയ്യിലാണെന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറേണ്ടതുണ്ട്. എന്നാൽ സാമൂഹ്യ വിരുദ്ധമായ പെരുമാറ്റങ്ങളും ഗുരുതരമായ അനാസ്ഥയും പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. അതിൽ സ്വകാര്യ ബസ്സെന്നോ KSRTC എന്നോ ഭേദമില്ല. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ ബസ്സിനുള്ളിൽ നടത്തിയ കയ്യാങ്കളിയും പാലക്കാട് KSRTC ഡ്രൈവറുടെ ഫോൺ വിളിച്ചുള്ള ഡ്രൈവിങ്ങും ഇവരുടെ അനാസ്ഥ തുറന്നു കാട്ടുകയാണ്. സംഭവത്തിൽ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷമുണ്ടായത്. താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് സ്വകാര്യ ബസ്സിനുള്ളിൽ കയറി കണ്ടക്ടർ അടക്കമുള്ള ജീവനക്കാരെ മറ്റൊരു ബസ്സിലെ ജീവനക്കാർ ചേർന്ന് മർദ്ദിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം 5:30 സംഭവം. താമരശ്ശേരി അടിവാരം റൂട്ടിൽ സർവീസ് നടത്തുന്ന സുൽത്താൻ എന്ന ബസ്സിലെ ജീവനക്കാർ കണ്ണപ്പൻകുണ്ട് കോഴിക്കോട് റൂട്ടിലെ അസീം ബസ് ജീവനക്കാരെ മർദ്ദിച്ചുവെന്നാണ് പരാതി. സംഘർഷത്തിനിടെ കണ്ടക്ടറുടെ ബാഗിലുണ്ടായിരുന്ന പണം പുറത്തേക്ക് ചിതറിപ്പോയെന്നും പരാതിയിലുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ അസീം ബസ് കണ്ടക്ടർ നിയാസ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ബസ് ഓടിക്കുമ്പോൾ ഫോണിൽ സംസാരിച്ച ചിറ്റൂർ ഡിപ്പോയിലെ KSRTC ഡ്രൈവർക്കെതിരെയാണ് യാത്രക്കാർ പരാതി നൽകിയത്. പാലക്കാട് ചിറ്റൂർ ഡിപ്പോയിലെ ഡ്രൈവർ സന്തോഷ് ബാബുവിനെതിരെയാണ് പരാതി. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ യാത്രക്കാർ തന്നെയാണ് മൊബൈലിൽ പകർത്തിയത്. യാത്രക്കാർ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ഡ്രൈവർ ഫോണിൽ സംസാരിക്കുന്നത് നിർത്തിയില്ലെന്നും ആരോപണമുണ്ട്. ബസ് കൊല്ലങ്കോട് നിന്ന് പുറപ്പെട്ട് അരമണിക്കൂറിനുള്ളിലാണ് സംഭവം. പരാതിയുമായി ബന്ധപ്പെട്ട് ചിറ്റൂർ ATO അന്വേഷണം തുടങ്ങി. കോഴിക്കോട് പാലക്കാട് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തീക്കട്ടയ്ക്ക് ഉറുമ്പരിച്ചെന്ന് കേട്ടിട്ടുണ്ടല്ലേ? അത്തരമൊരു സംഭവമാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിന് സമീപമുള്ള ഭക്ഷണശാലയിലുണ്ടായ മോഷണം. ജയിൽ വകുപ്പ് നടത്തുന്ന ഭക്ഷണശാലയിൽ നിന്ന് 4 ലക്ഷത്തോളം രൂപയാണ് കള്ളൻ മോഷ്ടിച്ചത്. കഫറ്റീരിയയുടെ പിന്നിലെ വാതിൽ പൊളിച്ച് മോഷ്ടാവ് അകത്ത് കയറുകയായിരുന്നു. ഇവിടെ നിന്ന് താക്കോലെടുത്ത് തൊട്ടടുത്ത ഓഫീസിൽ നിന്ന് മേശയുടെ പൂട്ട് തുറന്നായിരുന്നു മോഷണം. ഭക്ഷണശാലയ്ക്ക് സമീപമുള്ള CCTV പ്രവർത്തനരഹിതമായിരുന്നു. സംഭവത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫുഡ് ഫോർ ഫ്രീഡം കഫറ്റീരിയയിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നെന്നാണ് കരുതുന്നത്. കഫറ്റീരിയയുടെ പിൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്.
ജനച്ചില് തകർത്ത് താക്കോലെടുത്ത മോഷ്ടാവ് പിന്മുറിയിലെ മേശയിൽ നിന്നും പണം കവരുകയായിരുന്നു. താക്കോലും പണവും വയ്ക്കുന്ന സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയായിരുന്നു മോഷണം. ട്രഷറിയിൽ അടക്കാൻ വെച്ചിരുന്ന 4 ലക്ഷം രൂപയാണ് കാണാതായെന്നാണ് അധികൃതർ പറയുന്നത്. കഫയുടെ താക്കോൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായി അറിയുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. തടവുകാർ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന കഫറ്റീരിയയിലാണ് മോഷണം നടന്നത്. മൂന്ന് ദിവസത്തെ വരുമാനമാണ് പിന്നിലെ മുറിയിലെ മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നത്. ഇതാണ് കളവ് പോയത്. സ്ഥാപനത്തിൽ CCTV സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും പ്രവർത്തിക്കുന്നില്ല. പൂജപ്പുരയിൽ നിന്ന് ജഗതി ഭാഗത്തേക്ക് വരുന്ന റോഡിന്റെ അരികിലായാണ് കഫറ്റീരിയ പ്രവർത്തിക്കുന്നത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ പയ്യന്നൂരിൽ സദാചാര പോലീസ് ചമഞ്ഞ് ഗ്യാസ് ഏജൻസി ജീവനക്കാരനെ ആക്രമിച്ച് പണം കൊള്ളയടിച്ച കേസാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. ജീവനക്കാരനായ രാമകൃഷ്ണനെ കഞ്ചാവ് വിൽപ്പനക്കാരനല്ലേ എന്ന് ചോദിച്ചാണ് 3 അംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ 3 പേരും ഒടുവിൽ പിടിയിലായി. തളിപ്പറമ്പ് സ്വദേശികളായ മുഹമ്മദ് റുവൈദ്, മുഹമ്മദ് അജ്മൽ, കണ്ണൂർ മൊയ്യം സ്വദേശി മുഹമ്മദ് റിദ്വാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തേരി റോഡിൽ വെച്ച ശനിയാഴ്ച രാത്രിയാണ് ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ രാമകൃഷ്ണനെ 3 അംഗ സംഘം മർദ്ദിച്ച പണം അപഹരിച്ചത്. 2,50,400 രൂപയാണ് രാമകൃഷ്ണന്റെ പക്കൽ ഉണ്ടായിരുന്നത്. ഗ്യാസ് ഏജൻസിയിലേക്കുള്ള കളക്ഷൻ തുകയായിരുന്നു അത്. ആക്രമണം ആസൂത്രണം ചെയ്യാനായി ദിവസങ്ങളോളം ഇവർ രാമകൃഷ്ണനെ നിരീക്ഷിച്ചിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. ഏതാനും ദിവസം മുമ്പ് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച അപരിചിതനായ ഒരു യുവാവ് രാമകൃഷ്ണനോട് പരിചയം നടിച്ച് തൊഴിൽ വിവരങ്ങളും മറ്റും ചോദിച്ചറിഞ്ഞിരുന്നു. ഇയാളും കവർച്ചാ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്ന് സംശയമുള്ളതായി രാമകൃഷ്ണൻ പോലീസിന് മൊഴി നൽകി. വളരെ ആസൂത്രിതമായാണ് കവർച്ചാ സംഘം രാമകൃഷ്ണന്റെ ബാഗിൽ നിന്ന് പണം തട്ടിയെടുത്തത്. റോഡിൽ തടഞ്ഞു നിർത്തി കഞ്ചാവ് വിൽപ്പനക്കാരനല്ലേ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയും പരിശോധിക്കാനായി ബാഗ് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ബാഗിനുള്ളിലെ പണം ബലമായി പിടിച്ചെടുത്ത അക്രമികൾ കടന്നു കളഞ്ഞു. പിന്തുടർന്ന രാമകൃഷ്ണനെ 3 സംഘം റോഡിൽ തള്ളി വീഴ്ത്തി. സംഭവസ്ഥലത്തെ വീടുകളിലെയും കവർച്ചക്കാർ സഞ്ചരിച്ച സ്ഥലങ്ങളിലെയും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗം പ്രതികളിലേക്ക് എത്താൻ പയ്യന്നൂർ പോലീസിന് കഴിഞ്ഞത്. ന്യൂസ് 18 പയ്യന്നൂർ. കൊച്ചിയിൽ വീണ്ടും വൻ ലഹരി വേട്ട. ആലുവയിൽ നടന്ന പരിശോധനയിൽ 50 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഹെറോയിൻ പിടികൂടി. ആലുവ KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്നാണ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. കേസിൽ അസം സ്വദേശിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂരിൽ നടന്ന പരിശോധനയിൽ കഞ്ചാവും പിടികൂടി. ഒഡീഷ കണ്ടമാൽ സ്വദേശി 3000 രൂപയ്ക്ക് അവിടെ നിന്ന് വാങ്ങുന്ന കഞ്ചാവ് 25,000 രൂപയ്ക്കാണ് ഇവിടെ വിൽപ്പന നടത്തിയിരുന്നത്. ആലുവ ടൗണിൽ KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് 158 ഗ്രാം ഹെറോയിൻ പിടികൂടിയത്. പിടിച്ചെടുത്ത ഹെറോയിന് 50 ലക്ഷത്തോളം രൂപ വിപണിയിൽ വിലയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അസം സ്വദേശി മക്ബുൾ ഹുസൈൻ സഹിറുൽ ഇസ്ലാമിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് KPയും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. പെരുമ്പാവൂരിൽ നടന്ന മറ്റൊരു പരിശോധനയിൽ 3 കിലോ കഞ്ചാവ് പിടികൂടി. ഒഡീഷ കണ്ടമാൽ സ്വദേശി ദിനാബന്ധു നായിക്കാണ് പിടിയിലായത്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും കുറുപ്പംപടി പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്.
ഒഡീഷയിൽ നിന്നും ട്രെയിനിൽ ആലുവയിലെത്തി കഞ്ചാവ് കൈമാറാൻ നിൽക്കുമ്പോഴാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഒഡീഷയിൽ നിന്ന് 3000 രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് 2500 രൂപ വിലയ്ക്കാണ് ഇവിടെ വിൽപ്പന നടത്തിവരുന്നത്. ഇയാളിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്നവരെ കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊല്ലം നഗരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടികൂടാൻ പോലീസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ റൈഡറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സർക്കാർ ജീവനക്കാരടക്കം 17 ഡ്രൈവർമാർ പിടിയിലായി. KSRTC ബസ്സും സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സുകളും സ്വകാര്യ ബസ്സുകളും കസ്റ്റഡിയിലെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണ IPSന്റെ നിർദ്ദേശാനുസരണം കൊല്ലം നഗരത്തിലെ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. കൊല്ലം ചിന്നക്കട, താലൂക്ക് ജംഗ്ഷൻ, ആയത്തിൽ, കല്ലുംതാഴം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടത്തിയത്. കരുനാഗപ്പള്ളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ബസ്സും നഗരത്തിലെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയ 3 ബസ്സുകളും കോളേജിലേക്ക് കുട്ടികളെ കൊണ്ടുപോയ 2 ബസ്സുകളും വിവിധ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന 10 ബസ്സുകളുമാണ് പിടിയിലായത്. പുലർച്ചെ 6:30 മുതൽ 8:30 വരെയുള്ള 2 മണിക്കൂർ പരിശോധനയിലാണ് 17 വാഹനങ്ങൾ പിടികൂടിയത്. പരിശോധനയിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ തൊഴിലാളികളെ കൊണ്ടുപോവുകയായിരുന്ന ടെമ്പോ ട്രാവലറും പിടികൂടി. ഓണക്കാലമാകുന്നതോടെ തിക്കും തിരക്കും വർദ്ധിക്കുന്നതോടെ സ്വകാര്യ ബസ്സുകളും KSRTC സ്കൂൾ ബസ്സുകൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ വീണ്ടും ശക്തമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. നമ്മുടെ വീടുകളിൽ മാതാപിതാക്കൾ ജോലിക്കായി പുറത്തു പോകുമ്പോൾ പലപ്പോഴും മക്കൾ തനിച്ചായിരിക്കും അല്ലേ? ആ സമയം അച്ഛനമ്മമാർ അറിയാതെ കുട്ടികൾ ഫോണിൽ പല അശ്ലീല വീഡിയോകളും കാണാം. ഇങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ലൈംഗിക വൈകൃതത്തിന് അടിമകളുമാകാം. ഇത്തരം വീഡിയോകൾ കണ്ട് ചിലപ്പോൾ സ്വന്തം സഹോദരിമാർക്ക് നേരെ പോലും കുട്ടികൾ അത് പ്രയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. കോഴിക്കോട് എലത്തൂരിൽ 5ാം ക്ലാസ്സുകാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത് 8ൽ പഠിക്കുന്ന സഹോദരനാണ്. 2020 നടന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സ്കൂളിലെ കൗൺസിലിങ്ങിലാണ് പെൺകുട്ടി വെളിപ്പെടുത്തൽ നടത്തിയത്. സംഭവത്തിൽ സഹോദരനെതിരെ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തു. സ്വന്തം അമ്മയും പെങ്ങളും ആരാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാതെ പോയതാണോ, അതോ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളാണോ ഈ ദുരന്തങ്ങൾക്ക് കാരണമെന്ന് പരിശോധിക്കേണ്ടതാണ്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.